ആറന്മുള പഞ്ചായത്തിലെ ഇടയാറന്മുളയിലുള്ള പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് കോഴിപ്പാലം. രാവിലെ 7 മണി വരെ ബസ് കടന്നുപോയ വഴിയാണിത്. ഇതിൻ്റെ ഒഴുക്ക് നമുക്ക് കഴിഞ്ഞ ലൈവ് നമ്മൾ കാണിച്ചതിന് സമാനമായ രീതിയിലുള്ള ഒഴുക്കാണ് റോഡിലുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഏകദേശം ഇവിടുന്ന് ഒരു 3/4 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളുടെ വാഹനമുള്ളത്. അവിടെ നിന്നാണ് ഈ മനുഷ്യരൊക്കെ ഈ നടന്ന് ഈ ഭാഗത്തേക്ക് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട MC റോഡിൽ നിന്ന് പ്രധാനപ്പെട്ട റോഡാണ്. ആറന്മുളയിലേക്കും ഒപ്പം തന്നെ ചെങ്ങന്നൂർ കോഴഞ്ചേരി ഭാഗത്തേക്കും ഒക്കെ പോകുന്ന റോഡാണ്. ആ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ആ വീടിനകത്തൂടെ വെള്ളം ഒഴുകി വരുന്നത് കണ്ടാൽ നമ്മൾ പുഴയെന്നോ തോടെന്നോ ഒക്കെ വിളിക്കാവുന്ന അത്ര രീതിയിലുള്ള ഒഴുക്കാണ് ആ വീടിൻ്റെ പോർച്ചിനകത്തൂടെ വെള്ളം ഒഴുകി വരുന്നത്. കാരണം ഇവിടെ പമ്പയാറുണ്ട്. പമ്പയാറിൻ്റെ ഒരു കൈവഴി ഇതിന് ചുറ്റും ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പമ്പയാറും ഇതിൻ്റെ ഒരു 2-3 ഭാഗത്തിലൂടെയെല്ലാം ഈ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്ര രൂക്ഷമായൊരു വെള്ളക്കെട്ട്. എവിടെ പോകാനാണ് ചേച്ചി വരുന്നത്? ആണോ? എവിടെ നീന്തുവാ ഇപ്പൊ? ഞങ്ങൾ അങ്ങ് ചെട്ടിമുക്കിന് ഇപ്പുറം തൊട്ട് നീന്താ. 1 കിലോമീറ്റർ കൂടുതലായി? ഒന്നൊന്നും അല്ല. വീട്ടിലൊക്കെ വെള്ളമായോ? ഇല്ല, ഞങ്ങൾ രാവിലെ ജോലിക്ക് പോയത്. അങ്ങോട്ട് പോയപ്പോ വെള്ളം ഉണ്ടായിരുന്നു? ഇല്ല. എത്ര മണിക്കാ പോയത്? 8:30. അതായത് 8:30 ചേച്ചി ജോലിക്ക് പോകുമ്പോൾ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. അന്നേരം വെള്ളമല്ലേ, ഞങ്ങള് ഇതിലുള്ള ബസ്സിന് വന്ന് ഇവിടെ ഇറങ്ങി അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്നുള്ള ബസ്സിന് അങ്ങോട്ട് പോയി. ഈ പ്രളയത്തിന് ശേഷം ഇതുപോലൊരു വെള്ളം പോക്കോ ആദ്യമായിട്ടാ? രാവിലെ വെള്ളം ഉണ്ടായിരുന്നില്ല? ഇല്ലായിരുന്നു. അത് ആളുകൾ പറയുന്നത് രാവിലെ പോയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. ഈ കടയിലേക്കൊക്കെ വെള്ളം കയറി. രാവിലെ ആളുകളൊക്കെ അത് പൊക്കിയെടുത്ത് മാറ്റാനുള്ള പരമാവധി ഉയർത്തി വെക്കാനുള്ള ശ്രമത്തിലാണ്. ചേട്ടാ, എപ്പോഴാണ് വെള്ളം കയറിയേ? രാവിലെ 6:30 ആയപ്പോൾ വെള്ളം കയറി. കയറി തുടങ്ങി. ഇപ്പം മുങ്ങി മൊത്തം സാധനങ്ങളെല്ലാം മാറ്റി. ഈ പ്രളയത്തിന് ശേഷം ഇങ്ങനെ മുങ്ങിയിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാ? ഇത് ഇപ്പൊ വെള്ളം ഏറ്റമാണോ? ഇപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുക്ക് കൂടുതലാ? ഒഴുക്ക് കൂടുതലാ. പുഴയിലൊക്കെ പോയിട്ട് തോടുണ്ടല്ലേ? പമ്പയാറുണ്ട്, തോടുമുണ്ട്. രണ്ടിടത്തുനിന്നും വെള്ളം വരുന്നോണ്ടിരിക്കുക. ഇതാണ് നമുക്ക് ആ ഒരു റോഡാണ്. ബസ് റൂട്ടൊക്കെ ഉള്ള രാവിലെ കൂടി ബസ് പോയ റോഡിന്റെ ചെങ്ങന്നൂർ പത്തനംതിട്ട റോഡ്. അങ്ങനെ ആളുകൾ രാവിലെ ഇതുവഴി വണ്ടി കൂടെ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തൂടെയാണ് ഈ പമ്പയാറ്റിൽ നിന്നുള്ള വെള്ളം ഇതേപോലെ ഒഴുകിയെത്തുന്നത്. 2018 ഇതേപോലെ വെള്ളം ഇവിടെ ഒഴുകിയെത്തിയിരുന്നു. അന്ന് രാത്രിയിലാണ് വെള്ളമുണ്ടത്. അതിന് ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒഴുക്കും കൂടുതൽ വെള്ളക്കെട്ടുമൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഒരു മുന്നറിയിപ്പും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾക്കൊക്കെ ധാരാളം രീതിയിലുള്ള നഷ്ടങ്ങൾ. ഈ കടയെ പൂർണ്ണമായും വെള്ളം കയറി അവർക്കത് ഒതുക്കി മാറ്റാനുള്ളൊരു സമയം കിട്ടിയില്ല. അത്ര പെട്ടെന്നാണ് വെള്ളം ഒഴുകിയെത്തിയത്. പ്രളയത്തിലും ഇതേപോലെ മനുഷ്യർക്ക് ധാരാളം നഷ്ടങ്ങളുണ്ടായിരുന്നു. ഈ പ്രളയത്തിന് ശേഷം ഞാൻ പത്തനംതിട്ടയിൽ ജോലി ചെയ്ത ആളാണ്. ആറന്മുള ടൗണിൽ ഉൾപ്പെടെയുള്ള പല ഇതേപോലത്തെ ചെറിയ കടകൾക്കുൾപ്പെടെ പലർക്കും ഇതുവരെ പണം കിട്ടാത്ത അവസ്ഥയുണ്ട്. അവിടെ നിന്നൊക്കെ ജീവിതം മുന്നോട്ട് വളരെ പ്രയാസപ്പെട്ട് കൊണ്ടുവരുന്ന അവസ്ഥയിലാണ് വീണ്ടും സമാനമായ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു വെള്ളക്കെട്ടുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ആർക്കും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആ പുഴയിലെയൊക്കെ ജലനിരപ്പ് അപകടമാം വിധം വലിയ രീതി. കാരണം നമ്മൾ ഈ റോഡിലാണ്. ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ പുഴയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യരെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ്. പലരും ഈ പ്രളയം വന്നതിന് ശേഷം ആളുകൾക്കൊക്കെ ഒരു ഭീതിയുണ്ട്. കാരണം ഉറങ്ങിക്കിടന്ന മനുഷ്യരുടെ തലയ്ക്കും ഇതിൽ കൂടെയാണ് വെള്ളം പോയത്. അതുകൊണ്ട് അതേപോലെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭീതി മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് പലരും വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ് ബന്ധുവീടുകളിലേക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. 2 ട്രാക്ക് ഉണ്ടോ നോക്കണം.